ഭാഗത്തിൽ പെടുന്നവരാണെന്ന് തോന്നിപ്പിക്കുന്നവർ ഗീബത്ത് പറയാനാണ് അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്, കുറ്റം പറയാൻ, അവരുടെ പേജുകൾ എഴുതുന്നത് കുറ്റം പറയാൻ. ആരെ കുറ്റം പറയണമെന്നറിയോ? അവരുടെ കാലിന് ചെരുപ്പിനോളം ഇവ ഉണ്ടാവില്ല. ഇവൻ ആകെ ഫേസ്ബുക്കിൽ എഴുതാനേ അറിയുള്ളൂ. ഇപ്പുറത്ത് കിടക്കുന്ന പണ്ഡിതൻ, ആലിം, ദീനിന്റെ ഖാദിം, അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവർ ചെയ്ത അമലിന്റെ 1000-1 ഇവൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ എഴുതാനും പറയാനും കഴിയും. അപ്പൊ അങ്ങനെ എഴുതി വിടന്നെ. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈകൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത് തിന്മകളാണ്, മോശപ്പെട്ട വീഡിയോകൾ, മോശപ്പെട്ട കാഴ്ചകള്, ചെയ്യുന്ന പ്രവർത്തനങ്ങളും തിന്മയാണ്. അങ്ങനത്തെ ചില കോലം കെട്ടിയ ആളുകൾ, പലിശ തിന്നുന്നവരും നാവുകൊണ്ട് ഗീബത്ത് പറയുന്നവരുമായ ആളുകൾ ഈ ഉമ്മത്തിന്റെ ഖുറാഉകളിൽ പണ്ഡിതന്മാരാണെന്ന് പറയപ്പെടുന്നവരിൽ കടന്നു വരുന്ന കാലം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്ന് മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് ഇത് ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ്. ഇത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. സഹ്ല് തങ്ങളുടെ ഈ വാചകങ്ങൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ആഹതൻ നദറ ഇലാ അഹ്ലിൽ മസാജിദി ഫസറഫഹു അൻഹും. ഒരു ഉമ്മത്തിന്, ഒരു സമൂഹത്തിന് അള്ളാഹു ഒരു ദുരന്തം വിധിക്കുകയാണെങ്കിൽ, ഒരു ദുരന്തം വിതയ്ക്കാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മസ്ജിദിലേക്കാണ് റബ്ബ് തആല നോക്കുന്നത്. ഫസറഫഹു അൻഹും അഹ്ലുൽ മസാജിദ്. പള്ളികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകള്, പള്ളിയുമായി ബന്ധമുള്ളവരുടെ മുഖങ്ങൾ പള്ളിയിൽ നിന്നും തിരിഞ്ഞു പോകും. അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ആളുകൾ വരാതെയാകും. നിസ്കാരങ്ങൾക്ക്, ജുമുഅ ജമാഅത്തുകൾക്ക് ആളുകൾ കുറഞ്ഞു പോകും. കൊറോണ കാലത്തെങ്ങാനും ആളുകളുടെ എണ്ണം ചുരുക്കാൻ വേണ്ടി നിബന്ധനകൾ നിയമപാലകന്മാർ, മിനിസ്ട്രിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നിർദ്ദേശങ്ങൾ ചെയ്ത അന്ന് നിർത്തിവെച്ച ജുമുഅ ഇന്ന് പോലും അതിന് പകരം അല്ലാഹു തആല ദുരന്തങ്ങൾ നീക്കി തന്നിട്ടും ജുമുഅക്ക് വരാതെ നടക്കുന്ന എത്ര മനുഷ്യന്മാർ. പള്ളികൾ തിങ്ങി നിറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു കൊറോണക്ക് മുമ്പ്. ആ പള്ളികളിൽ ആളുകൾ ഇപ്പൊ കുറവ്. എന്തേ? നിസ്കാരം തന്നെ മറന്നുപോയി. 2-2.5 കൊല്ലം അള്ളാഹു ഒന്ന് പരീക്ഷിച്ചപ്പോ ഇതൊക്കെ നിർത്തി. ഇതിനെന്നെ അള്ളാഹു ഇതൊക്കെ ചെയ്തത്. നിങ്ങളിൽ ആരാണ് ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടു വരുന്നവർ? ആരാണ് വെറുതെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നവർ? ഇത് മാറ്റി നിർത്താൻ അള്ളാഹു ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്ത പണിയല്ലയോ അത്? കൊറോണയുടെ ഒരു വശം അതാണ്. ഒന്ന്, സ്വന്തം ഉടപ്പറപ്പിനോട് സ്നേഹമുള്ളവരാരാണ്, ഇല്ലാത്തവരാരാ, അത് തിരിഞ്ഞു. പിന്നാമ്പുറത്ത് കൂടെ കോണിയും വെച്ചുകൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കാണ്ട് ഇപ്പുറത്തെ വീട്ടുകാരൻ കർട്ടനും തൂക്കിയിട്ടിട്ട് ആ മനുഷ്യൻ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും ഒന്ന് ബാത്റൂം പോകാൻ പോലും സൗകര്യം ചെയ്തു കൊടുക്കാതെ നമ്മുടെ പാവപ്പെട്ട പ്രവാസികളൊക്കെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് എത്ര കഷ്ടപ്പെട്ടു. ഇപ്പൊ പറഞ്ഞ ഈ കൊറോണ ഒരു സംഭവം ഒന്നല്ല. ഇപ്പോ അന്ന് ഭർത്താവ് തന്നെ വേണ്ട, ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠ എവിടെയെങ്കിലും പോയിക്കോട്ടെ, നമ്മുടെ മഹല്ലിക്ക് തന്നെ വരണ്ട, എന്തേ കൊറോണ കൊണ്ടാ വരേണ്ടത്. എന്തൊക്കെ ആയിരുന്നുല്ലേ. ഇനി എന്തു തന്നെയാണെങ്കിലും എന്റെ ചോരയാണത്, എന്റെ ജീവനാണത്. അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ അത് പിടിച്ച് ഞാൻ കൂടെ മരിക്കും എന്ന് പറയേണ്ടവർ മാറ്റി നിർത്തി, അകറ്റി നിർത്തി. അപ്പൊ തിരിഞ്ഞു, ആർക്കാണ് യഥാർത്ഥ സ്നേഹമുള്ളത്, ആർക്കാണ് നമ്മെ ആവശ്യമുള്ളത്, ആർക്കാണ് നമ്മുടെ പൈസ മാത്രം ആവശ്യമുള്ളത്. അതിൽപ്പെട്ട ഒരു പാഠം ഇതാണ്. ആർക്കാണ് അള്ളാഹുവിനെ വേണ്ടത്, ആർക്കാ വേണ്ടാത്തത്. അന്ന് നിർത്തിവെച്ച ജുമുഅ എപ്പോഴും പലരും ജുമുഅക്ക് പോക്ക് തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അലം. കാരണം ആ പഴയ പോലത്തെ ഒരു പോപ്പുലേഷൻ കാണുന്നില്ല ജുമുഅകളിൽ. ശരിയായി വരുന്നുണ്ട്. അമ്മമാരോ ഉപ്പമാരോ ഒക്കെ ഒന്ന് സ്ക്രൂ കയറ്റി വിട്ടാൽ പോരുന്നവരുണ്ട്, അല്ലാതെ എവിടെയെങ്കിലും നടക്കുന്നവർ അങ്ങനെ പോവുകയാണ്. എന്തേ? അങ്ങനെ ഒരു അവസരത്തിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്, എന്നെയും നിങ്ങളെയും. അള്ളാഹു ഒരു ഉമ്മത്തിന് പരീക്ഷണം നൽകുകയാണെങ്കിൽ അവന്റെ മസ്ജിദിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ശക്തി, ഈ ഉമ്മത്തിന്റെ ബലം സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിലാണ് കാണാൻ പറ്റുക. സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തുകളിൽ, അതും നല്ല മഴ പെയ്യുന്ന സമയത്ത്, അള്ളാഹുവിന്റെ പള്ളിയിൽ എത്ര പേരുണ്ട് നിസ്കരിക്കാൻ? ഒരു മഹല്ലന്റെ ഗുണമറിയണമെങ്കിൽ സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തിന്റെ എണ്ണം എത്രയുണ്ടെന്ന് നോക്കണം. മെമ്പർമാർ എത്ര മഅ്മൂമീങ്ങളുണ്ട്. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ആഹതൻ നദറ ഇലാ അഹ്ലിൽ മസാജിദി വസറഫഹു അൻഹും.
ഖാല റസൂലുള്ളാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് നിങ്ങൾ വരണം. ഒരു സ്വാലിഹായ മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് സ്വന്തം അയൽപക്കങ്ങളിൽപ്പെട്ട ഒരുപാട് 100ഓളം വീടുകൾക്ക് ഒരു നല്ല മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഗുണം നൽകും. സ്വാലിഹീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അൽഹംദുലില്ലാഹ്. അടുത്ത തലമുറയിലും അതിനടുത്ത തലമുറയിലും തലമുറകളിൽ സജ്ജനങ്ങൾ വേണം. അള്ളാഹു അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ നാടിനെ, നമ്മുടെ മണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു മുഅ്മിനായ സ്വാലിഹായ മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരാണ്, ഒരു പെണ്ണ്, ഒരു ഉമ്മ, ഒരു ഉപ്പ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അൻ 100 അഹ്ലി ബൈത്തിൻ മിൻ ജീറാനിഹിൽ ബലാ, 100ഓളം വീടുകളിൽ ബലാ വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കും. ബലാ എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നവയാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തോതുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ് ലഫസദത്തിൽ അർള്. അള്ളാഹു ജനങ്ങളിൽ ചില ആളുകളെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായേനെ എന്ന് പറഞ്ഞ ആയത്തിന്റെ ആശയങ്ങളിൽ ഒന്ന് ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ ആളുകളെ കൊണ്ട് സ്വാലിഹീങ്ങളല്ലാത്തവർക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണം എന്നാണ്. മുജാഹിദ് എന്നവര് പറയാ, ലൗലാ ദിഫാഉല്ലാഹി ബിൽ ബർരി അനിൽ ഫാജിർ ലഫസദത്തിൽ അർളു ബിഹലാക്കി അഹ്ലിഹാ. നല്ല മനുഷ്യന്മാരുണ്ടാകുമ്പോഴാണ് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ തരത്തിലെങ്കിലും അള്ളാഹു തൗബ ചെയ്യാൻ അവസരം കൊടുക്കത്തക്ക വിധത്തിൽ ഒരു സംരക്ഷണം അവിടെ ഉണ്ടാകുന്നത് സജ്ജനങ്ങളെ കൊണ്ടാണ്. ആ സജ്ജനങ്ങളിൽ മിസ്കീന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, മുതലാളിമാരുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിഷയം ആരംഭിച്ചത്. അപ്പോഴാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം. യുദ്ധം കഴിഞ്ഞപ്പോഴേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ടായ അനുഭവത്തിൽ ഹബീബായ നബി തങ്ങളോട് വന്ന് സഅദ് എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അർറജുലു യകൂനു ഹാമിയത്തൽ ഖൗം. നബിയെ, ചില ആളുകൾ യുദ്ധങ്ങളിൽ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നവരുണ്ട്. നാടിനെ ആക്രമിക്കാൻ വരുന്ന പാവപ്പെട്ട വിശ്വാസികളെ തുടച്ചു നീക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ നിരപരാധികളായ നല്ല മനുഷ്യരെ കൊന്നൊടുക്കാൻ വരുന്ന ആളുകളുടെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്ന് കൊടുക്കുന്ന ചില ആളുകൾ. എന്നാൽ അങ്ങനെ യുദ്ധം ചെയ്യാത്ത ആളുകൾ ബാക്കിലുണ്ടാകും. ഒരു യുദ്ധം കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ മുതൽ ഓഹരി വെക്കുമ്പോഴേ ഇങ്ങനെ സധൈര്യം പോരാടിയ മനുഷ്യനും അങ്ങനെ പോരാടാത്തവർക്കും ഒരുപോലെ ഓഹരി കൊടുത്താൽ മതിയോ നബിയെ? വ്യത്യാസം വേണ്ടേ? അയാൾ അധ്വാനിക്കുന്ന വലിയ അധ്വാനമല്ലേ നബിയെ? ഒരു ഉമ്മത്തിന്റെ സംരക്ഷണമല്ലേ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുപിടിക്കുന്നത്? ആ ഒരാൾക്ക് കൊടുക്കുന്ന പോലെയാണോ? ബാക്കിലുള്ള വേഷന്മാരുണ്ടാകും, ഓടാൻ പറ്റാത്തവരുണ്ടാകും, എണീക്കാൻ പറ്റാത്തവരുണ്ടാകും, യുദ്ധത്തിന് വരെ വന്നവരാ, പക്ഷെ അവർക്കൊന്നും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നയിക്കാൻ പറ്റൂല. അങ്ങനത്തെവർക്കും ഇവർക്ക് ഒരുപോലെ കൊടുത്താൽ മതിയോ? ഒരുപോലെയാണ് കൊടുത്തിരുന്നത്. അപ്പൊ സഅദ് എന്നവര് ചോദ്യം ചോദിച്ചൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ, നബിയെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. സഅദിന്റെ ഉമ്മയുടെ മോനെ, നിന്റെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമാകട്ടെ. ആ വാക്കിന്റെ അർത്ഥം അതാ എന്ന് പറഞ്ഞാൽ, സഅദേ നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്താണ് സഅദേ നിങ്ങൾ ഈ പറയുന്നത്? വഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായികും. സഅദേ നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്ക് അല്ലാഹു യുദ്ധങ്ങളിൽ വിജയം നൽകുന്നത്, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ പ്രതിസന്ധികളിൽ മോചനം നൽകുന്നത്, നിങ്ങൾ അല്ലാഹു കൈപിടിച്ച് എവിടെയെങ്കിലും വഴുതി വീഴാൻ നിൽക്കുന്നിടത്ത് പിടിച്ചു നിർത്തുന്നത് ഇല്ലാ ബിദുഅഫായികും, നിങ്ങളിലെ മിസ്കീന്മാരായ പാവപ്പെട്ട ദുർബല ജനങ്ങളെ കൊണ്ടല്ലേ. ദുർബലരായ ആളുകൾ, അവർക്ക് ആരോഗ്യം കുറവാ, നിങ്ങളെപ്പോലെ ഓടാൻ കഴിയില്ല, പക്ഷേ അവരെ പ്രാർത്ഥന കൊണ്ട് ഉമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സഅദേ, ദുർബലന്മാരായ ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്ര കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ന്യായമാണോ? നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് മിസ്കീന്മാരെ കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്റെ പ്രത്യേകിച്ച് KSF പ്രവർത്തകർ, ചെറുപ്പക്കാർ, നമ്മുടെ സഹചാരിയുണ്ട്, നമ്മുടെ വിഖായ പ്രവർത്തനങ്ങളുണ്ട്. ദുരിതങ്ങളും ദുരന്തങ്ങളും നാടുകളിൽ നാശം വിതച്ച സമയം, അള്ളാഹുവിന്റെ ഖദാഉകൾ വന്ന സമയം, കച്ചകെട്ടിറങ്ങി ജാതിയും മതവും നോക്കാതെ മനുഷ്യൻ മനുഷ്യനാണെന്ന് നോക്കി
മനുഷ്യർക്ക് സേവനം ചെയ്ത നമ്മുടെ അഭിമാനകരമായ അസ്തിത്വമാണ് നമ്മുടെ SKSF-ന്റെ പടയണി. ആദ്യം നമ്മുടെ കണ്ണുകൾ പോകേണ്ടത് പാവപ്പെട്ടവരുടെ വീടുകളിലേക്കാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീൽ ചെയറിൽ കഴിയുന്ന ആളുകൾ, ബെഡിൽ കിടക്കുന്ന ആളുകൾ, ഒരു വെള്ളപ്പൊക്കമോ ഒരു ദുരിതമോ ഒരു ഉരുൾപൊട്ടലുകളോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ മഹല്ലിലെ, നമ്മുടെ പരിസരത്തിലെ രോഗികൾ കിടക്കുന്ന വീടുകളുടെ അവസ്ഥ എന്താണ്. കാരണം നിങ്ങൾക്ക് അല്ലാഹു സഹായം നൽകുന്നത് നിങ്ങളിലെ പാവപ്പെട്ടവരെ കൊണ്ടാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു വാസിഅ അൽ-അസ്ദി റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ ശേഷം താബിഈങ്ങളുടെ തൊട്ടുടനെ താബിഈങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണ് മുഹമ്മദ് ഇബ്നു വാസിഅ അൽ-അസ്ദി തങ്ങൾ. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു ഖുറാസാനിൽ ഒരു യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് ചൈനക്കാരായ ആളുകൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. കാനത്തി തുർക്ക് ഖറജത്ത് ഇലൈഹിം. തുർക്കികൾ എന്നല്ല ഈ തുർക്ക് എന്ന് പറഞ്ഞ ഹദീസ് പഠിക്കുന്ന ചർച്ച ചെയ്യുമ്പോൾ മുതഅല്ലിമീങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഹദീസിൽ തുർക്ക് എന്ന് പറഞ്ഞ ചൈനക്കാരാണ്. ഹദീസിൽ തുർക്കികൾ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് റൂം എന്ന് പറയപ്പെടുമ്പോഴാണ്. റോമക്കാർ എന്ന് പറഞ്ഞ തുർക്കികളാണ്. പക്ഷെ തുർക്ക് എന്ന വാക്ക് ചൈനക്കാരെ കുറിച്ച് ഹദീസിൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിച്ചാൽ മതി. തുർക്കികൾ എന്നത് തുർക്കികളെ കുറിച്ചല്ലത്. തുഖാതിലൂന തുർക്ക്, തുർക്കികളോട് യുദ്ധം ചെയ്യും എന്ന ഹദീസ് വിവരിച്ചിടത്ത് അതിന്റെ ഒരു തിരുത്ത് പറയാണ്. അവിടെ തുർക്കികൾ എന്ന് ഞാൻ അർത്ഥം പറഞ്ഞു പോയോ എന്നെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ ദാലിക മിന്നി വമിന ശൈത്വാൻ. അതല്ല അതിന്റെ ശരി. തുർക്കികൾ എന്ന് പറയുന്നത് മംഗോളിയൻസ്, ചൈനക്കാർ. ആ ചൈനീസ് മംഗോളിയൻ ശരീരപ്രകൃതമുള്ള ആളുകളെ കുറിച്ചാണ് തുർക്ക് എന്ന വാക്ക് ഹദീസിലുള്ളത്. അപ്പോ അന്ന് അവര് ഖുറാസാനിനെ പിടിച്ചടക്കിയ ഒരു സമയം ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദിലേക്ക് വന്നു. പള്ളിയിൽ ആരൊക്കെയാണുള്ളത്? പാതിരാത്രി എല്ലാവരും പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. പള്ളിയിലുണ്ട് മുഹമ്മദ് ഇബ്നു വാസിഅ. അദ്ദേഹം മെലിഞ്ഞ ഒരു മനുഷ്യനാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആരിഫാൻ, ഹദീസ് പണ്ഡിതനാണ്, യോദ്ധാവാണ്. വലിയ അത്ഭുതമാണ് മുഹമ്മദ് ഇബ്നു വാസിഅ അൽ-അസ്ദി റഹിമഹുല്ലാഹ്. അപ്പോ ക്യാപ്റ്റനാ ചോദിക്കുന്നത് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ-ബാഹിലി, ആരാണ് പള്ളിയിലുള്ളത്? എത്ര ആളുണ്ട് പള്ളിയിൽ ചോദിച്ചു. പള്ളിയിൽ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവര് മാത്രമാണുള്ളത്. ലൈസ ഫീഹി ഇല്ലാ മുഹമ്മദ് ഇബ്നു വാസിഅ റാഫിഅൻ ഇസ്ബഅഹ. വിരലുകൾ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുതൈബ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇസ്ബഉഹു തിൽക്, ആ വിരലുകളാണ് ഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, മിൻ 30,000 ഇനാൻ, 3000 കുതിരപ്പടയാളികളെ എനിക്ക് ലഭിക്കുന്നതിനേക്കാളും വലുത് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ വിരലുകളാണ്. അല്ലാഹുവിലേക്ക് കൈയുയർത്തുന്ന വിരലുകളാണ്. ആ പ്രാർത്ഥന കൊണ്ട് 3000 കവാലറി എനിക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ വിജയം അല്ലാഹു എനിക്ക് തരും. കാരണം ഈ ഉമ്മത്തിന്റെ വിജയം കിടക്കുന്നത് സജ്ജനങ്ങളായ പാവങ്ങളുടെ പ്രാർത്ഥനകളിലാണ് എന്ന് ഖുതൈബ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യരുത്? രണ്ടാം പൗരന്മാരായി കാണരുത്, താണവരായി കാണരുത്. അവര് മീതയാണ്. ആകാശലോകങ്ങളിൽ അവരെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ കൂടെയാണ്, അവരുടെ ആമീനിന് ആമീൻ പറയാൻ. നൂറുദ്ദീൻ സങ്കി എന്ന് പറയുന്ന സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ഗുരുനാഥൻ. സ്വലാഹുദ്ദീൻ അയ്യൂബി അറിയാമല്ലോ, ക്രൂസൈഡ് യുദ്ധങ്ങളിൽ വലിയ